നമ്മളെ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പഴംപൊരി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു ബാറ്റർ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു സ്പൂൺ കോൺഫ്ലോറും കുറച്ച് ഉപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ബാറ്റർ ആക്കി എടുക്കുക. ഇതുപോലൊരു ബാറ്റർ ആക്കി എടുക്കുക കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴമില്ലേ, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ആ ഒരു ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഈ ബ്രെഡ് പൊടിയിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.